Today we will discuss plant nomenclature. What is the definition of plant nomenclature? Literally, it means call by a name. അതായത് പേരിടുക. ചുരുക്കി പറഞ്ഞാൽ പേരിടുക എന്നുള്ളതാണ് നോമൻക്ലേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is the scientific system of naming a taxa that are recognized in classification. ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു ടാക്സക്ക് ഒരു നെയിം പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് എങ്ങനെയാണ് നെയിം പ്രൊവൈഡ് ചെയ്യുക? ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിം പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് പ്ലാന്റ് നോമൻക്ലേച്ചർ എന്ന് പറയാം. അപ്പോൾ സയൻറ്റിഫിക്കലി ക്ലാസിഫിക്കേഷനിൽ ഉള്ള ഒരു ടാക്സക്ക് നെയിം ചെയ്യുന്നതിനെയാണ് പ്ലാന്റ് നോമൻക്ലേച്ചർ എന്ന് പറയാം. ആൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സയൻറ്റിഫിക് സിസ്റ്റം ഓഫ് നെയിമിംഗ്? It provides an universally acceptable name for a taxa. Plant nomenclatureലൂടെ യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നെയിം കിട്ടും ഒരു ടാക്സക്ക്. Thereby avoids confusions, problems and difficulties caused by local and vernacular names. Common namesഉം ലോക്കൽ നെയിംസും ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻസും പ്രോബ്ലംസ് ഒക്കെ ഇതുവഴി അവോയ്ഡ് ചെയ്യാൻ പറ്റും. Local names are different in different languages and also in different parts of the world. Different regionsൽ ഒരു പ്ലാന്റിനെ ഡിഫറെൻറ്റ് നെയിംസിലാണ് അറിയപ്പെടുക. ലോക്കൽ നെയിംസിലും കോമൺ നെയിംസിലൊക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പപ്പായ എന്ന് പറയും, കർമൂസ എന്ന് പറയും, ഓമക്ക എന്ന് പറയും. പക്ഷെ സയൻറ്റിഫിക് നെയിമിംഗ് ഓഫ് ദീസ് കോമൺ നെയിംസ് എന്ന് പറഞ്ഞത് കാരിക്ക പപ്പായയാണ്. നമ്മൾ എവിടെ പോയി കാരിക്ക പപ്പായ പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരൊറ്റ പ്ലാന്റ് ആണ്, പപ്പായ പ്ലാന്റ്. സോ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലോ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡിലോ ഡിഫറെൻ്റ് ആയിട്ട് അറിയപ്പെടുന്ന പ്ലാന്റ്സിന് ഒരൊറ്റ സയൻറ്റിഫിക് നെയിമിങ്ങേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയാം. സെയിം ഓർഗാനിസം മേ ബി നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ആൻഡ് ഓൾസോ ഡിഫറെൻറ്റ് ഓർഗാനിസം മേ ബി നോൺ ബൈ ദി സെയിം നെയിം ഇൻ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ റീജിയൻസ്. അതുകൂടാതെ ഒരു ഓർഗാനിസത്തിന് ഡിഫറെൻറ്റ് നെയിംസിൽ അറിയപ്പെടുന്നത് കൂടാതെ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിന് സെയിം നെയിമിൽ അറിയപ്പെടുന്ന പ്രോബ്ലംസും ഉണ്ട്. സോ ലോക്കൽ നെയിംസും വെർനാക്കുലർ നെയിംസും ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസും കൺഫ്യൂഷൻസും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു സയൻറ്റിഫിക് നെയിമിംഗ് സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ. ദെൻ ഹിസ്റ്ററി ഓഫ് നോമൻക്ലേച്ചർ. Linnaeus, in his book Fundamenta Botanica and Critica Botanica, presented various aphorisms and pronouncements for naming plants. പ്ലാന്റ്സിനെ നെയിം ചെയ്യാനുള്ള ഒരു സൂക്തങ്ങൾ എന്നൊക്കെയാണ് എഫോറിംസ്, പ്രൊനൗൺസ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബുക്സിൽ. ദെൻ in Philosophica Botanica, he elaborated his views and formulated binomial system. So, Fundamenta Botanicയിലും Critica Botanicയിലും പറഞ്ഞതിനേക്കാൾ ഉപരി നെയിമിംഗ് സിസ്റ്റം, സയൻറ്റിഫിക് നെയിമിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു വ്യൂ അത് ലിനേയസ് ഇലാബറേറ്റ് ചെയ്തു. അതുപോലെ ബൈനോമിയൽ സിസ്റ്റം ഫോർമുലേറ്റ് ചെയ്തു in his book Philosophica Botanica. And in Species Plantarum 1753, he applied binomial nomenclature. Binomial nomenclature system യൂസ് ചെയ്തത് സ്പീഷീസ് പ്ലാന്റാരത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെയിമിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്തത് സ്പീഷീസ് പ്ലാന്റാരത്തിലാണ്. ആൻഡ് ഒരു സ്പീഷീസിന് 2 വേർഡ് നെയിം, അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം ഒരു സ്പീഷീസിൻ്റെ നെയിമിൽ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിബിസ്കസ് റോസ സൈനൻസിസ്. ഹിബിസ്കസ് അതിൻ്റെ ജീനസ് നെയിമും റോസ സൈനൻസിസ് അതിൻ്റെ സ്പീഷീസ് നെയിമുമാണ്. സോ അങ്ങനെ ഒരു ബൈനോമിയൽ സിസ്റ്റം അപ്ലൈ ചെയ്തത് സ്പീഷീസ് പ്ലാന്റാരത്തിലാണ്. ആൻഡ് ദിസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് ഫസ്റ്റ് ഫോർമുലേറ്റഡ് ബൈ ജി ബൊഹിൻ. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നുള്ള ഒരു ഐഡിയ ഫസ്റ്റ് ടൈം ഫോർവേഡ് ചെയ്തത് ലിനേയസ് അല്ല, മറിച്ച് ജി ബൊഹിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ്. പക്ഷെ ജി ബൊഹിൻ അത് ഏതെങ്കിലും ഒരു പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ലിനേയസ് എന്ത് ചെയ്തു? സ്പീഷീസ് പ്ലാന്റാരത്തിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ അപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് ലിനേയസ് ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ ഫാദർ ആയിട്ടുള്ളത്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഈസ് 1753.
ഫസ്റ്റ് ടൈം ബൈനോമിയൽ നോമക്ലേച്ചർ അപ്ലൈ ചെയ്തത് സ്പീഷീസ് പ്ലാന്റാരത്തിലാണ്. അതുകൊണ്ട് തന്നെ ബൈനോമിയൽ നോമക്ലേച്ചറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ലിനേയസിന്റെ സ്പീഷീസ് പ്ലാന്റാരം പബ്ലിഷ് ചെയ്ത ഇയർ ആണ്, അതായത് 1753. Then what is binomial system? It is the two-part name for a species or two-word name for a species. ഒരു സ്പീഷീസിന് രണ്ട് വേർഡ്സ് ഉള്ള ഒരു നെയിം. And it is unique to each species. ഒരു സ്പീഷീസിന് ഒരു ബൈനോമിയലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് നെയിമേ ഉണ്ടാവുള്ളൂ. So no two genera can have the same generic name and no two species can have the same specific epithet. രണ്ട് ജീനസുകൾക്ക് ഒരു നെയിമോ അല്ലെങ്കിൽ രണ്ട് സ്പീഷീസുകൾക്ക് ഒരു നെയിമോ ഉണ്ടാവില്ല. ബൈനോമിയലിലെ ഫസ്റ്റ് വേർഡ് ജീനസ് നെയിമും സെക്കൻഡ് വേർഡ് സ്പീഷീസ് നെയിമും ആയിരിക്കും. Then systems of nomenclature. There are 4 systems of nomenclature: uninomial, binomial, trinomial and polynomial nomenclature. First one, uninomial nomenclature. Uninomial ആണ്. So one word name for a taxa. നമ്മളൊരു ടാക്സനെ one word കൊണ്ടാണ് നെയിം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് യൂണിനോമിയൽ നോമക്ലേച്ചർ എന്ന് പറയാം. An example for uninomial nomenclature is family, Malvaceae. ഫാമിലിനെ നമ്മൾ എപ്പോഴും നെയിം ചെയ്യുക ഒരു വേർഡ് കൊണ്ടാ. Malvaceae, Anonaceae, Rutaceae. അതുപോലെ ഡിവിഷൻസ് ഒക്കെ, ഡിവിഷൻ Eumycota, ഡിവിഷൻ Phanerogamae, etc. അപ്പോൾ ടാക്സോണമിക് ഹൈറാർക്കിയിൽ നമ്മൾ വൺ വേർഡ് കൊണ്ട് നെയിം ചെയ്യുന്ന ടാക്സ ഉണ്ട്, അതാണ് യൂണിനോമിയൽ നോമക്ലേച്ചർ. Usually there may be standard endings for the uninomial names of different taxa. Usually യൂണിനോമിയൽ നോമക്ലേച്ചർ ചെയ്യുന്ന ടാക്സക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് എൻഡിങ്സ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാമിലി എപ്പോഴും എൻഡ് ചെയ്യുക CEAEയിലാണ്. Second system is binomial nomenclature. It is the standard system of naming a species by giving two-part names. സ്പീഷീസിനെ നെയിം ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം ആണ് ബൈനോമിയൽ നോമക്ലേച്ചർ എന്ന് പറഞ്ഞത്. ഇറ്റ് ഹാസ് ടു വേർഡ്സ് അല്ലെങ്കിൽ ടു പാർട്ട് നെയിം ഫോർ എ സ്പീഷീസ്, അതിനെയാണ് ബൈനോമിയൽ നോമക്ലേച്ചർ എന്ന് പറയാം. സോ നെയിം ഓഫ് എ സ്പീഷീസ് ഈസ് ദ ബൈനറി കോമ്പിനേഷൻ ഓഫ് ടു ഡിഫറെൻറ്റ് നെയിംസ്. ഒരു സ്പീഷീസിന്റെ നെയിമിൽ രണ്ട് വേർഡ്സ് ഉണ്ടാവും. So binary combination of two different names ആണ് binomial nomenclature എന്ന് പറഞ്ഞത്. First name is the generic name. It has initial capital letter. Second name is the specific name and it has initial small letter. ഒരു binomial nomenclatureലെ first name, രണ്ട് names ഉണ്ടാവും എന്ന് പറഞ്ഞു. First name generic name ആണ്, അതിൻ്റെ first letter capital ആയിരിക്കണം. സെക്കൻഡ് നെയിം സ്പീഷീസ് നെയിം ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് നെയിം ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിതെറ്റ് ആണ്, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്നുള്ളത് ചെമ്പരത്തിൻ്റെ ബൈനോമിയൽ ആണ്. അതിൽ ഹിബിസ്കസ് എന്നുള്ളത് ജനറിക് നെയിം ആണ്, H ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. റോസ സൈനൻസിസ് സ്പീഷീസ് നെയിം ആണ്, R സ്മോൾ ലെറ്ററിലും എഴുതണം. ബോത്ത് ആർ ലാറ്റിൻ ആൻഡ് ലാറ്റിനൈസ്ഡ് and printed in italics or underline separately. ജീനസ് നെയിമും സ്പീഷീസ് നെയിമും ലാറ്റിൻ ഓർ ലാറ്റിനൈസ്ഡ് വേർഡ് ആയിരിക്കണം. കൂടാതെ ഒന്നെങ്കിൽ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ഈ മാഞ്ചിഫറ ഇൻഡിക്ക എഴുതിയ പോലെയാണ്, ഫോണ്ട് ഒന്ന് ചെരിഞ്ഞിട്ടാണ് വരിക, അതിനാണ് നമ്മൾ ഇറ്റാലിക്സ് എന്ന് പറയാം. ആൻഡ് ഇറ്റാലിക്സിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. സോ എഴുതുന്ന സമയത്ത് അണ്ടർലൈൻ സെപ്പറേറ്റ്ലി. എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യുക? മാഞ്ചിഫറ എന്നുള്ള ജീനസ് നെയിമിന്റെ താഴെ ഒരു ലൈന്, ദെൻ ഇൻഡിക്കന്റെ താഴെ വേറൊരു ലൈന്. അല്ലാതെ ഇതെന്ത് ചെയ്യരുത്, കൂട്ടി ഒറ്റ ലൈന് വരയ്ക്കരുത്, സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യുക. ജീനസിന് ഒരു അണ്ടർലൈനും സ്പീഷീസിന് വേറൊരു അണ്ടർലൈനും. സോ ഇറ്റാലിക്സിൽ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഇറ്റാലിക്സിൽ എഴുതുക. നമ്മൾ കൈകൊണ്ട് എഴുതുന്ന സമയത്ത് അണ്ടർലൈൻ സെപ്പറേറ്റ്ലി. Generic name is often abbreviated to its initial capital letter when repeated. Generic name നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക്
ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററിനെ അബ്രീവിയേറ്റ് ചെയ്ത് എഴുതാം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. സിഡ അക്യൂട്ട. സിഡ അക്യൂട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈനോമിയൽ നോമക്ലേച്ചർ നമ്മളിവിടെ എഴുതി. നമുക്ക് ഇനി ഇതിൻ്റെ താഴെ എന്തൊക്കെയോ പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് സിഡ അൾണിഫോളിയ എഴുതണം. സോ ആ സമയത്ത് നമ്മൾ സിഡ എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് മുകളിൽ നമ്മൾ ജീനസിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. സോ ജീനസിൻ്റെ നെയിം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് ജീനസ് നെയിമിനെ അബ്രീവിയേറ്റ് ചെയ്യാം. മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അബ്രീവിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വെറുതെ നമ്മൾ അബ്രീവിയേറ്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം അബ്രീവിയേറ്റ് ചെയ്യാം. Binomial nomenclature is often followed by name of the author who validly published the name. The author's name should be an abbreviated form. So നമ്മൾ ഒരു ബൈനോമിയൽ നോമക്ലേച്ചർ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് നെയിം എഴുതി കഴിഞ്ഞാൽ ആ സയൻറ്റിഫിക് നെയിം കംപ്ലീറ്റ് ആവണമെങ്കിൽ ആരാണോ ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന് ആ നെയിം കൊടുത്തിട്ടുള്ളത് ഓതറെ പേര് എന്ത് ചെയ്യണം, ബൈനോമിയലിന് ശേഷം എഴുതണം. ഓതറെ പേര് ഫുള്ളായിട്ട് എഴുതരുത്, അബ്രീവിയേറ്റ് ചെയ്ത രൂപത്തിലാണ് എഴുതേണ്ടത്. അനോന സ്ക്വാമോസ എന്നുള്ള നെയിം ചക്കപ്പഴത്തിന് കൊടുത്തിട്ടുള്ളത് ലിനേയസ് ആണ്. സോ ലിനേയസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽ ഡോട്ട് കൊടുത്തിട്ടുള്ളത്. അബ്രീവിയേറ്റഡ് ഫോം ഓഫ് ലിനേയസ് ആണ് എൽ. ജനറിക് നെയിം മേ ബി നെയ്മഡ് ഇൻ ഹോണർ ഓഫ് എ സയൻറ്റിസ്റ്റ് ഓർ റിനോഡ് പേഴ്സൺ. നമുക്ക് ഒരു ജനറിക് നെയിം കൊടുക്കാൻ പറ്റുക, സയൻറ്റിസ്റ്റിനെ ഹോണർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു റിനോഡ് പേഴ്സണ് ഹോണർ ചെയ്തിട്ട് കൊടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിനേയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനസ് ഉണ്ട്, അത് ലിനേയസിനെ ഹോണർ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഒരു ജീനസ് നെയിമാണ്. രണ്ടാമത് ഹാവ് മിത്തോളജിക്കൽ ഒറിജിൻ, സർട്ടൻ മിത്സുകളുടെ ഭാഗമായിട്ട്. നിംഫയ ഡിനോട്ട് ദ ലവ്ലി വാട്ടർ നിംസ്. വാട്ടർ പ്ലാന്റ് ആണ് നിംഫയ. സോ ലവ്ലി വാട്ടർ നിംസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ജീനസിന് നിംഫയ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ഡിനോട്ട് സം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്. ജീനസിന് നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന്റെ ബേസിൽ എന്ത് ചെയ്യാം, നെയിം കൊടുക്കാം. ലിവർ ലൈക്ക് ലീവ്സ് ആണ് ഹെപ്പാറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ജീനസ്. സോ ഹെപ്പാറ്റിക്ക എന്നുള്ള ജീനസ് നെയിം വരാൻ കാരണം ആ ജീനസിൽ പെട്ട മെമ്പേഴ്സിന്റെ ഒക്കെ ലീവ്സ് ലിവർ ലൈക്കാ. സോ അത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ പ്ലാന്റിന്റെ ബേസിലാണ് നെയിം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പീഷീസ് നെയിമും മേ ബി ഇൻ ഹോണർ ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സണെ ഹോണർ ചെയ്തിട്ട് ഒരു സ്പീഷീസിന് നെയിം കൊടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സാറുണ്ട്, സാബു എന്ന് പറഞ്ഞിട്ടുള്ള സാറ് ഹോണർ ചെയ്തിട്ട് സിഞ്ചിബർ ജീനസിൽ പെടുന്ന ഒരു സ്പീഷീസ് ഉണ്ട്, സിഞ്ചിബർ സാബുവാനം. സാറ് സ്റ്റുഡൻസ് സാറ് ഹോണർ ചെയ്ത് ആ ഒരു സ്പീഷീസ് നെയിം കൊടുത്തതാണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ പ്ലാന്റ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ പ്ലാന്റിന്റെ ബേസിൽ ഒരു സ്പീഷീസിനെ നെയിം ചെയ്യാം. ആർട്ടോകാർപ്പസ് ഹെട്രോഫില്ലസ് എന്ന് പറഞ്ഞത് ജാക്ക് ഫ്രൂട്ടിന്റെ സയന്റിഫിക് നെയിമാണ്. ഹെട്രോഫില്ലസ് എന്നുള്ള സ്പീഷീസ് നെയിം വരാൻ കാരണം ഹെട്രോഫിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ടാണ്. 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്സ്. ജാക്ക് ഫ്രൂട്ടിന്റെ കേസിൽ ജുവനൈൽ സ്റ്റേജിൽ നമുക്കൊരു 3 സെഗ്മെന്റ്സ് ഉള്ള ലീവ്സ് ആണ് കാണാൻ പറ്റുക. ദെൻ മെച്ചുവർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ വലുതാകും തോറും പ്ലാന്റിൽ പിന്നെ എൻറ്റയർ ലീഫ് മാർജിൻ ഉള്ള ലീവ്സ് ആണ് ഫോം ചെയ്യുക. സോ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്സ്. ജുവനൈൽ സ്റ്റേജിൽ മാർജിൻസിൽ കട്ടിങ്സ് ഉണ്ടാവും, ദെൻ കുറച്ച് വലുതാവുന്ന സമയത്ത് കട്ടിങ്സ് പോകും. സോ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്സ് ഉള്ള ഹെട്രോഫിലി, അതുകൊണ്ടാണ് ആർട്ടോകാർപ്പസ് ഹെട്രോഫില്ലസ്. ദെൻ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വേർ ദ പ്ലാന്റ് ഗ്രോസ്. എവിടെയാണോ ഒരു പ്ലാന്റിന്റെ സെന്റർ ഓഫ് ഒറിജിൻ അതിന്റെ ബേസിൽ സ്പീഷീസിന് നെയിം കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ മാൻജിഫെറ ഇൻഡിക്ക ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ടാണ് അതിന് ഇൻഡിക്ക. ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കോഫിയ അറാബിക്ക, അറേബ്യൻ കൺട്രീസ് ആണ് കോഫീന്റെ സെന്റർ ഓഫ് ഒറിജിൻ, സോ അറേബിക്ക. തേർഡ് സിസ്റ്റം ഇസ് ട്രൈനോമിയൽ നോമക്ലേച്ചർ. എന്തായിരിക്കും ട്രൈനോമിയൽ നോമക്ലേച്ചർ? യൂണിനോമിയൽ 1 വേർഡ് നെയിം ആണ്, ബൈനോമിയൽ 2 വേർഡ് നെയിം ആണ്. സോ ട്രൈനോമിയൽ എന്ന് പറഞ്ഞത് 3 വേർഡ് നെയിം ഫോർ എ ടാക്സ. നമ്മളൊരു ടാക്സിനെ 3 വേർഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രൈനോമിയൽ നോമക്ലേച്ചർ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് നെയിമിംഗ് ഓഫ് ഇൻഫ്രാ സ്പെസിഫിക് ടാക്സ.
ഇൻഫ്രാ സ്പെസിഫിക് ടാക്സിനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈനോമിയൽ നോമക്ലേച്ചർ യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് ഏതാ ഇൻഫ്രാ സ്പെസിഫിക് ടാക്സാസ്? സബ് സ്പീഷീസ്, വെറൈറ്റി, ഇങ്ങനത്തെ ഇൻഫ്രാ സ്പെസിഫിക് ടാക്സിനെ 3 വേർഡ് നെയിംസ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഈ 3 വേർഡ് നെയിംസിൽ ഫസ്റ്റ് വേർഡ് ഈസ് ദ ജനറിക് നെയിം, സെക്കൻഡ് വേർഡ് ഈസ് ദ സ്പെസിഫിക് നെയിം, ഏതുപോലെ ബൈനോമിയൽ നോമക്ലേച്ചർ പോലെ. ദെൻ തേർഡ് നെയിം ഈസ് ദ ഇൻഫ്രാ സ്പെസിഫിക് ടാക്സ. സോ 3 വേർഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് 2 വേർഡ്സ് ബൈനോമിയൽ നോമക്ലേച്ചർ പോലെ തന്നെയാണ്. മൂന്നാമത്തെ വേർഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഫ്രാ സ്പെസിഫിക് ടാക്സിനെയാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ക്രോട്ടലേറിയ റെറ്റ്യൂസ. ഇതിൽ ക്രോട്ടലേറിയ എന്നുള്ളത് ജീനസ് നെയിമാണ്, റെറ്റ്യൂസ എന്നുള്ളത് സ്പീഷീസ് നെയിമാണ്. ദെൻ അതിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇൻഡിക്ക. സോ ക്രോട്ടലേറിയ റെറ്റ്യൂസ വെറൈറ്റി ഇൻഡിക്ക. സോ ഈ ഇൻഡിക്ക എന്നുള്ളത് ഇൻഫ്രാ സ്പെസിഫിക് ടാക്സി ആയിട്ടുള്ള വെറൈറ്റീൻ്റെ നെയിമാണ്. ക്രോട്ടലേറിയ റെറ്റ്യൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസിലെ വെറൈറ്റിയാണ് ഇൻഡിക്ക. സോ ഇൻഫ്രാ സ്പെസിഫിക് കാറ്റഗറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൂന്നാമതൊരു വേർഡ് യൂസ് ചെയ്തത്. ദെൻ ലാസ്റ്റ് വൺ പോളിനോമിയൽ നോമക്ലേച്ചർ. പോളിനോമിയൽ അപ്പം എന്തായിരിക്കും? മെനി വേർഡ് നെയിം ഫോർ എ ടാക്സ. 3ൽ കൂടുതൽ വേർഡ്സ് ഒരു ടാക്സനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പോളിനോമിയൽ നോമക്ലേച്ചർ എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് ഇൻ യൂസ്. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ റിമെമ്പറിങ്. നമുക്ക് ബൈനോമിയൽ നോമക്ലേച്ചറെ ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമ്മൾ ഒരുപാട് വേർഡ്സ് ഉള്ള ഒരു സയൻറ്റിഫിക് നെയിം പഠിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ റിമെമ്പറിങ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ഇൻ യൂസ്. ആൻഡ് ലാസ്റ്റ്, റിക്വിസിറ്റ്സ് ഫോർ നോമക്ലേച്ചർ. ദാറ്റ് ഈസ് റിക്വയർമെൻറ്റ്സ് എസെൻഷ്യൽ ഫോർ ബയോളജിക്കൽ നോമക്ലേച്ചർ. First one, stability. Stability means constancy of name. Name should be free from frequent changes. ഒരു ടാക്സ് ഒക്കെ ഒരു നെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഫ്രീക്വന്റ് ചേഞ്ചസ്. അത്യാവശ്യമെങ്കിൽ മാറ്റാം, പക്ഷെ തുടരെ തുടരെ എന്ത് ചെയ്യരുത്? മാറ്റരുത്. കോൺസ്റ്റന്റ് ആയിരിക്കണം. അതാണ് സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് യുണീക്ക്നെസ്. യുണീക്ക്നെസ് മീൻസ് സ്പെസിഫിസിറ്റി. Each taxon is known only by a specific name. Different taxa never known by same name. ഒരു ടാക്സക്ക് ഒരു നെയിം, ആ നെയിം വേറൊരു ടാക്സക്ക് ഉണ്ടായിരിക്കരുത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ജീനസിനുള്ള നെയിം ഒരു ആനിമലിൻ്റെ ജീനസിന് വരാൻ പാടില്ല. സ്പെസിഫിക് ആയിരിക്കണം. അതായത് ഈച്ച് ടാക്സോൺ ഈസ് known only by a specific name. Different taxa never known by same name. Different ആയിട്ടുള്ള ടാക്സക്ക് ഒരേ നെയിം വരാൻ പാടില്ല. Then universality. Names must be universally acceptable. ഇന്ത്യയിൽ ഒരു നെയിം, അമേരിക്കയിൽ ഒരു നെയിം, അങ്ങനെ ആവരുത്. യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നെയിം ഉണ്ടായിരിക്കണം. ഒരു സിമ്പിൾ ടോപ്പിക്കാണ് വാട്ട് ഈസ് നോമക്ലേച്ചർ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോമക്ലേച്ചർ, 4 സിസ്റ്റംസ് ഓഫ് നോമക്ലേച്ചർ, അതുപോലെ റിക്വിസിറ്റ്സ് ഫോർ നോമക്ലേച്ചർ. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.